ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭങ്ങൾ ഏത് വിധേനയും അടിച്ചമർത്തേണ്ടത് പാകിസ്ഥാന്റെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇവർക്ക് വലിയ വലിയ പിന്തുണകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ തെഹ്രീക്കെ താലിബാന്റെ അടക്കം പിന്തുണ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ വിഷയം നിരന്തരം UN ഉന്നയിക്കപ്പെടുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അവരുടെ മുമ്പിൽ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ പ്രതിഷേധക്കാരെ എങ്ങനെ പിരിച്ചുവിടും എന്നുള്ള ഒരു ബുദ്ധിയിൽ, ഒരു പാകിസ്ഥാന്റെ ഒരു കൊച്ചു ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യം, അത് പ്രതിഷേധം കൂടുതൽ ആളിക്കത്തുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം, ഇന്ധനം, മരുന്ന് എന്നിവ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഭക്ഷണം കിട്ടാതെ ആകുമ്പോൾ പ്രതിഷേധക്കാരുടെ ആ ഒരു നില വഷളാവുകയും അവർ സ്വാഭാവികമായിട്ട് പിരിഞ്ഞു പോകുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇസ്ലാമാബാദ് അവശ്യ വസ്തുക്കളുടെ ഒഴുക്ക് നിയന്ത്രിക്കുകയാണെന്ന് അവിടെയുള്ള നിവാസികളും പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ആരോപിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തളർത്താൻ കഴിയില്ല എന്നും പറയുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. പാകിസ്ഥാൻ ഈ ഉദ്യോഗസ്ഥർ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശത്ത് വളർന്നു വരുന്ന പ്രതിഷേധ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ അധികാരികൾ വിതരണം തടസ്സപ്പെടുത്തുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് ഈ പാക് അധീന കശ്മീരിലെ ഈ സമരക്കാർ പറയുന്നത്. അപ്പൊ അതിനിടയിലാണ് ഈ തെഹ്രീക്കെ താലിബാന്റെ ഒരു പിന്തുണ അടക്കം ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പ്രതിഷേധം വേറൊരു തലത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ പട്ടാളം 2 വെടി മുകളിലേക്ക് വെക്കുമ്പോൾ ഇവർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമെന്നോ, അല്ലെങ്കിൽ 2-3 പേരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഈ പ്രതിഷേധം ഒന്ന് തണുക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ അടുത്ത ഒരു ഗതി? ഈ തെഹ്രീക്കെ താലിബാൻ അടക്കം ഇതിന് പിന്തുണയുമായി രംഗത്തെത്തിയ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇതിനെ വേറെ ഏത് തരത്തിലാണ് നേരിടാനായിട്ട് തയ്യാറെടുക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ പാകിസ്ഥാൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇത്തവണ നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നടക്കുമോ? അപ്പൊ ഈ സമരം വിജയിപ്പിച്ച് ഇവർ പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടുമോ? എന്ത് തോന്നുന്നു? ധനുഷ് പറഞ്ഞെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. ഏതായാലും അതിനകത്ത് പറഞ്ഞത് മുൻപായിരുന്നെങ്കിൽ അവരെ 2 വെടിപൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവർ ഓടുമായിരുന്നു. വെടിപൊട്ടിക്കുക മാത്രമല്ല, ഇവരെ കൊന്നൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്തവണ കൊന്നൊടുക്കിയില്ല എന്നല്ല, കൊന്നൊടുക്കിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് അവർ മുതിരുന്നില്ല. അതിനൊരു പ്രധാന കാരണം, ഇന്ത്യ ഈ വിഷയം ഐക്യരാഷ്ട്രസഭയിലടക്കം ഉന്നയിക്കുകയും നിരന്തരം ലോകത്തിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. BBC അടക്കമാണ് ഇപ്പോൾ ഈ മരുന്ന് കിട്ടാനില്ലാത്തതും ഒപ്പം തന്നെ ഭക്ഷണം കിട്ടാനില്ലാത്തതും കുടിവെള്ളം കിട്ടാനില്ലാത്തതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ പറയുന്നത്. അവരതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അത് വളരെ കുറച്ചുകൂടി നമുക്കത് ചില മാധ്യമങ്ങൾ, ചില ഉറുദു മാധ്യമങ്ങളുണ്ട്, POK നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത ഉറുദു മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശം, അതായത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം എന്ന് തന്നെയാണ് അവരിതിൽ പറയുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് അവർ പറയുന്നില്ല, പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് എന്നാണ് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ ലോകശ്രദ്ധ അതിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഇന്ത്യ തന്നെയാണ്. കാരണം ഇന്ത്യ ഇത് ഐക്യരാഷ്ട്രസഭയിൽ വലിയ ശക്തമായി തന്നെ ഉന്നയിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ലോക ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് അതിന്റെ പ്രസ്താവനകൾ വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങളും എല്ലാം തന്നെ അത് പുറപ്പെടുവിച്ചതിന്റെ ഫലമായിട്ടാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ POKയിലേക്ക് പോയി. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇനി അവിടെ പെട്ടെന്ന് കയറിയിട്ട് ഒരു കൂട്ടക്കുരുതി നടത്താൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കൂട്ടക്കുരുതി നടത്തി കഴിഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു പോയിന്റാണ് ഇപ്പോൾ POK. ഇവിടെ ഒരു കൂട്ടക്കുരുതി നടത്തി കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല ലോക രാജ്യങ്ങളുടെ മുൻപിൽ. അപ്പൊ അതുകൊണ്ട് അവർ അതിന് തയ്യാറാകുന്നില്ല. പക്ഷെ ഉപയോഗിക്കുന്ന മറ്റൊരു ബുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായി തന്നെ ഈ ഭക്ഷണവും ഇന്ധനവും അതിനകത്ത് ഒരാളുടെ ബൈറ്റ് ഉണ്ട്. അത് അദ്ദേഹം പറയുന്ന കാര്യം, ഞാന് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് പെട്രോളും അതുപോലെ തന്നെ മരുന്ന് ഇദ്ദേഹത്തിന് വേണം. ഇദ്ദേഹം നിരന്തരം മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പം അവിടുത്തെ മരുന്ന് കടകളൊന്നും തുറപ്പിക്കുന്നില്ല, മരുന്ന് അവിടെ വരാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പാക് അധിനിവേശ കാശ്മീരിലേക്ക് എത്തുമ്പോൾ പാക് അധിനിവേശ കാശ്മീരിന്റെ ബോർഡറിൽ പട്ടാളക്കാർ തന്നെ തടയുകയും കയ്യിലുള്ള പെട്രോൾ താഴെ ഒഴിച്ചു കളഞ്ഞതിന് ശേഷം അത് കാലിയാക്കിച്ചു, മരുന്ന് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഇത് രണ്ടും ഇല്ലാതാണ് തനിക്ക് POKയിലേക്ക് കയറാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഇവിടെ ഇവരുടെ ഇപ്പോൾ ഈ കുത്തിയിരിപ്പ് സമരം നടക്കുന്നുണ്ട് അവരുടെ ഈദ്ഗാഹ് മൈതാനിയിൽ POKയിൽ. അവിടെ ദിനംപ്രതി ആളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, സമരം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലേക്കാണ് ഈ പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ POK ഘടകം ഇതിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. കാരണം ഇതൊരു മനുഷ്യത്വരഹിതമായ കാര്യമാണ്, ഇതിനകത്ത് ഇടപെട്ടേ മതിയാകുന്നു.
ഇതേ സമാനമായ രീതിയിൽ തെഹ്രിക്കെ താലിബാൻ എത്തുന്നു. തെഹ്രിക്കെ താലിബാൻ നമുക്കറിയാം പാകിസ്ഥാനെതിരെ പോരാടുന്ന സായുധ വിപ്ലവ ഗ്രൂപ്പാണ് തെഹ്രിക്കെ താലിബാൻ. ഈ തെഹ്രിക്കെ താലിബാനെ നിരോധിച്ചിരിക്കുന്നതാണ് പാക് സർക്കാർ. ഈ തെഹ്രിക്കെ താലിബാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ POKയുടെ മണ്ണിൽ അവരുടെ ക്യാമ്പുകളും മറ്റും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പരിശീലനങ്ങളും അവരുടെ വ്യാപ്തി. അതിനവർ പറയുന്നൊരു കാരണം, ഈ ഖൈബർ പഖ്തൂൺ മേഖലയ്ക്ക് വേണ്ടി പോരാടുന്നവരാണ് തെഹ്രിക്കെ താലിബാൻ. അവർ പറയുന്നത് ഞങ്ങളുടെ ബോർഡർ വന്ന് നിൽക്കുന്നത് ഈ POKയിലാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ, ഈ പാകിസ്ഥാന്റെ ഒരു ബോർഡർ, ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ പ്രവിശ്യ ഞങ്ങൾ സ്വതന്ത്രമാക്കുമെന്ന് പറയുന്ന ഖൈബർ പഖ്തൂണിന്റെ ഒരു പ്രവിശ്യയുടെ ഒരു ബോർഡർ വന്ന് നിൽക്കുന്നത് POKയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് POKയിലേക്ക് അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് കടന്നു കയറി. അത് അന്ന് വന്നിരുന്ന വാർത്ത ഇന്ത്യയുടെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ്, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഇവരവിടെ വരുന്നത് എന്നൊക്കെ ആയിരുന്നു വാർത്തകൾ വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ തെഹ്രിക്കെ താലിബാൻ എത്തിയിരിക്കുന്നു. തെഹ്രിക്കെ താലിബാൻ പറയുന്നത് ഇത് അനുവദിക്കാൻ കഴിയില്ല, പാക് ഭരണകൂടത്തിന്റെ ക്രൂരതയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെഹ്രിക്കെ താലിബാനും കൂടി രംഗത്തെത്തുന്നു. തെഹ്രിക്കെ താലിബാനും കൂടി രംഗത്തെത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമാണോ അപകടമാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം തെഹ്രിക്കെ താലിബാൻ ഒരു സായുധ ഗ്രൂപ്പാണ്. അവരിവിടെ വരികയും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിപ്ലവത്തിലേക്ക് നീങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതിനെ അടിച്ചമർത്താനായിട്ട് ചിലപ്പോൾ അതിക്രൂരമായ മാർഗങ്ങൾ ഉപയോഗിച്ചെന്നിരിക്കാം. ചിലപ്പോൾ വലിയ രീതിയിൽ തന്നെ അവരുടെ ഈ ഗ്രനേഡുകളോ മറ്റുള്ള മാരകമായ ആയുധങ്ങളോ ഉപയോഗിച്ചെന്നിരിക്കാം ഈ ജനത്തിനെതിരെ. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരുന്നു. ഇനി രണ്ട്, ഇവിടെ ഈ പട്ടിണിയും പരിവട്ടവും മരുന്നില്ലായ്മയും രൂക്ഷമായി കഴിഞ്ഞാൽ പിന്നെ ആ ജനത്തിന് കൈനീട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. പൂഞ്ച് സെക്ടറിലൊക്കെയാണ് ഇപ്പോൾ ഈ സംഘർഷം വളരെ ശക്തമായി. അങ്ങനെയാണെങ്കിൽ അതിർത്തിയിലേക്ക് ഈ ജനങ്ങളുടെ ഒരു വലിയ ജനക്കൂട്ടത്തെ നമുക്ക് അതിർത്തിയിൽ അധികം വൈകാതെ കാണേണ്ടി വരും. ഇവിടെ ഇന്ത്യ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഇന്ത്യ സ്വാഭാവികമായി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് ഭൂകമ്പമായാലും മറ്റെന്തെങ്കിലും ആയാലും ഒക്കെ അവിടെ ഇന്ത്യക്ക് ഇത് കണ്ടില്ല എന്ന് നടിച്ച് നിൽക്കാൻ കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഈ വിഷയത്തിൽ അവർക്ക് മരുന്നോ ഭക്ഷണമോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നൽകുകയാണെങ്കിൽ ഈ സമരത്തിന്റെ തന്നെ ഫുൾ ആംഗിൾ മാറുകയാണ്. പിന്നെ അതായത് ഇന്ത്യക്ക് സ്വാഭാവികമായിട്ട് ഇന്ത്യ അതിൽ ഇടപെടും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു ഭാഗമാണത്, നമ്മുടെ പാർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവിടുത്തെ ജനം കൂടി അതിനോട്ട് ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഈ നേരത്തെ രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ, ശ്രീ അമിത്ഷാ പറഞ്ഞതുപോലെയൊക്കെ ഒരു തുള്ളി രക്തം ചീന്താതെ ഇത് പതുക്കെ ഇന്ത്യയുടെ ഭാഗമായി മാറും. വളരെ സിമ്പിൾ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം വരും. ഈ അതിർത്തിയിലേക്ക് ജനം തടിച്ചുകൂടുകയും ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നിങ്ങൾ തന്നേ മതിയാകൂ, തരണം, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുകയും ഇന്ത്യൻ സർക്കാർ അതിനെ അനുഭാവപൂർവ്വം കാണുകയും ഈ ഒരു അവസരം മുതലെടുക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് അത്തരത്തിലേക്ക് അത് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ആ ജനത പിന്നെ എവിടെയാണോ നിൽക്കുന്നത്? അവരുടെ രക്ഷകരായിട്ട് പിന്നെ എവിടെയാണ് അവരെ കാണുന്നത്? അവർ ഇന്ത്യയിലെയാണ് കാണുന്നത്. അവർ നിൽക്കുന്നത് എവിടെയാണ്? പാക് അധിനിവേശ കാശ്മീരിലാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല അവരത് ചോദിക്കുന്നത്, പാക് അധിനിവേശ കാശ്മീരിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി തന്നെ അവർ നിൽക്കുന്ന പ്രദേശം അവരുടേതായിട്ട് മാറും. പിന്നെ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ മുതിരില്ല എന്ന് തന്നെയാണ് കരുതേണ്ട ഒരു കാര്യം. കാരണം പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ സന്നാഹം ഒരുക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിന് പോകാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടായില്ല. പക്ഷെ അതില് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുന്ന പ്രദേശങ്ങൾ എത്രയുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. കാരണം ഒരുപക്ഷെ ഒരു 10-20 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10-50 കിലോമീറ്ററിന് ഒരു ചുറ്റളവാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ തൽക്കാലം മൗനം പാലിച്ചു നിന്നിരിക്കും. കാരണം ഇന്ത്യൻ പട്ടാളമല്ല, അവരുടെ ഈ പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനമാണ്. അതായത് അവിടുത്തെ ജനമാണ്. ആ ജനത്തിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയമായി മാറും. അപ്പം അങ്ങനെ ഒരു സാധ്യതകൾ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെയാണ് ഒരുപക്ഷെ ഈ മുമ്പ് അമിത്ഷായും അതുപോലെ രാജ്നാഥ് സിംഗും ഒക്കെ പറഞ്ഞതുപോലെ ഒരു തുള്ളി രക്തം പൊടിയാതെ POK ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗമായി വരാനുള്ള സൂചനകൾ കാണുന്നുണ്ട്. കാരണം ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് മറ്റ് സമരങ്ങൾ പോലെയല്ല. POKയിൽ അനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു സമരമല്ല ഇപ്പോൾ കാണുന്നത്. കുറച്ചുകൂടി ശക്തമായ, പട്ടിണി കടന്നും മരുന്നില്ലാഞ്ഞിട്ടും ഒക്കെ അവര് മുൻപോട്ട് പോകുന്ന ഒരു സമരമാണ്. കാരണം അവരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കൂട്ടക്കൊല നടക്കട്ടെ എന്ന്. കാരണം ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ POKയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് എത്തിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ വിജയം കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും.